പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചോക്ലേറ്റുകൾ. ചോക്ലേറ്റുകൾ കിട്ടിയാൽ ഒന്ന് രുചിച്ച് നോക്കാത്തവരായി ആരും ഉണ്ടാകില്ല. നമ്മുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ മാധുര്യം പകരുന്ന ചോക്ലേറ്റിന് 3000 വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. ഇനി നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇങ്ങനെ ഈ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ എന്താ പ്രസാദം എന്നാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരുത്തർ വരും, ഓരോരുത്തർക്ക് വേണ്ട ഓരോ ചോക്ലേറ്റ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കൊച്ചു പിള്ളേരൊക്കെ വരുമ്പോഴത്തേന് പിന്നെ ഒരു രസമല്ലേ, ചോക്ലേറ്റ് അല്ലേ, മധുരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഷുഗർ ഉണ്ടെങ്കിലും നമുക്കും കഴിക്കാമല്ലോ. വീട്ടുകാരെ ഏതായാലും മധുരം ഒന്നും തരത്തില്ല. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ സൂപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള അലങ്കാർ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയത്. അപ്പൊ അവിടെ സാധാരണഗതിയിൽ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നവർക്ക് ഇതിന്റെ മാനേജിംഗ് പാർട്ണറായ മുനീർ അലങ്കാർ ഇങ്ങനെ മധുരങ്ങളൊക്കെ വിതരണം ചെയ്യും. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ഭക്ഷണമെന്നാണ് ഈ ചോക്ലേറ്റ് അറിയപ്പെടുന്നത്. പിന്നെ അത് കാലക്രമേണ 1948-47 കാലങ്ങളിൽ ഒരു ബ്രിട്ടീഷ് കമ്പനി ഇത് എടുത്തതോടു കൂടിയാണ് സാധാരണക്കാർക്കിടയിലേക്ക് ഈ ചോക്ലേറ്റ് എത്തിയത്. കാരണം അന്ന് ദൈവത്തിന്റെ ഭക്ഷണം എന്നറിയപ്പെടുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് ഇടയിൽ ഇത് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഈ വൈവിധ്യമാർന്ന തരത്തിലുള്ള ചോക്ലേറ്റുകൾ എത്തിയിട്ടുള്ളത്. എത്ര തരത്തിലുള്ള ചോക്ലേറ്റുകൾ നമുക്കിപ്പോൾ ഒത്തിരിയുണ്ട്. ചോക്ലേറ്റ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റും നമ്മുടെ നാടൻ ചോക്ലേറ്റുകളുമായിട്ട് ഒത്തിരി വെറൈറ്റികളുണ്ട്. എത്ര എണ്ണമെന്ന് പറയാൻ ഒക്കത്തില്ല. എല്ലാ വെറൈറ്റിയും ഞാൻ എടുത്ത് വെക്കാറുണ്ട്, എല്ലായിടത്ത് വിൽക്കാറുണ്ട്. പണ്ട് തൊട്ടേ ചോക്ലേറ്റ് നമ്മള് കട കയറിയ സമയത്ത് തൊട്ട് ഇത് കഴിച്ച് ഇതൊരു ഹരവാണ്. പിന്നെ വരുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്ത്. പക്ഷെ ഈ ഇപ്പം പ്രസാദം പറഞ്ഞതൊക്കെ ഞാനിപ്പോ ആദ്യമായിട്ട് അറിയുന്നത് ദൈവത്തിന്റെ ഭക്ഷണമായിരുന്നു ചോക്ലേറ്റ്. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത്. ഏകദേശം അതിന് 3000 വർഷത്തിന്റെ പഴക്കമുണ്ട്. അന്ന് അമേരിക്കയിലെ ആ കാലഘട്ടത്തിൽ അവരൊരു ഏതോ ഒരു മരത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ അത് ദൈവം കഴിക്കുന്ന ഭക്ഷണം എന്നാണ് അത് അറിയപ്പെട്ടത്. ഇതിന്റെ ഏറ്റവും കൂടുതലും സ്വിസ് ചോക്ലേറ്റ്, സ്വിറ്റ്സർലൻഡ് ഫുൾ ചോക്ലേറ്റ്. ഞാൻ അവന്റെ കമ്പനിയിലൊക്കെ പോയിട്ടു. നല്ല ഭയങ്കര സമ്മതിക്കേണ്ട നല്ല ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ചോക്ലേറ്റിനെ കാട്ടിയൊക്കെ നല്ല ഭയങ്കരമായ ചോക്ലേറ്റുകളുണ്ട് അവിടെ. പ്രത്യേകിച്ച് ബാക്കി ഉള്ളവരെല്ലാവരും പറയാറുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് അത് കൊക്കോയ്ക്ക് വരുന്ന എന്തെങ്കിലും ആയിരിക്കാം, എന്താണെന്നറിയില്ല. പക്ഷെ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചത്രയും നമ്മൾ മനസ്സിലാക്കിയത്രയും ഒത്തിരി വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പൈസ നോക്കുന്നത് ഇതല്ല. ഇവിടെ നമ്മളവിടെ 100 രൂപയ്ക്കൊക്കെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇതൊക്കെ നോക്കാറുണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ നമുക്കിവിടെ ഉത്സവ ആഘോഷങ്ങൾ അല്ലെങ്കിൽ യാത്രയപ്പ് അങ്ങനെയൊക്കെ ഉള്ളതിനെ ഇപ്പോൾ ഒരു മറ്റേ ഗിഫ്റ്റുകളൊക്കെ ഗിഫ്റ്റ് ബോക്സ് സ്വീറ്റ്സിന്റെ ഗിഫ്റ്റ് ബോക്സ് പോകും. ഒരിടയ്ക്ക് ഞങ്ങളത് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാനൊക്കാത്തൊരു പ്രശ്നമാണ്. അപ്പൊ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. മറ്റേ ഞങ്ങൾ നല്ല ഈ സ്വീറ്റ്സിന്റെ കൊട്ട ഉണ്ടാക്കി കൊടുക്കുവാനും നല്ല ഇതൊക്കെ കൊടുക്കുവാനും. പിന്നെ പക്ഷെ ഇപ്പോഴും ആൾക്ക് ഒത്തിരി ഈ കൊട്ട ഉണ്ടാക്കുന്നവർ വരുന്നുണ്ട്. അവര് വന്നിട്ട് വന്നു കഴിഞ്ഞാൽ 10,000-5,000 രൂപയുടെ ചോക്ലേറ്റ് ഒക്കെ ഒന്നിച്ചെടുക്കണം. അവർക്ക് വേണ്ട വെറൈറ്റിയാണ് അവർക്ക് വേണ്ടത്. ഒരു എങ്ങനെ വെച്ചാൽ ഒരു 5,000 രൂപ, ചിലർ 5,000 രൂപയുടെ എടുക്കും, ചിലർ 10,000 രൂപയുടെ എടുക്കും. ഇപ്പൊ പൈസക്കൊന്നും ഇതില്ല. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഡയറി മിൽക്കിന്റെ സിൽക്കും 300 രൂപ 500 രൂപ വിലയുള്ള മിഠായി അവരെടുക്കുന്നു. പണ്ട് നമ്മളൊക്കെ 1 രൂപയുടെ വീട്ടിലെ അല്ലെങ്കിൽ നാരങ്ങ 1 രൂപയ്ക്ക് 10 രൂപ നാരങ്ങ മിഠായി മേടിച്ചത്. ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ അവര് വരുമ്പോഴേ അവർക്ക് ഏറ്റവും വിലയൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ ഇന്ത്യയില് പ്രത്യേകിച്ച് 4 തരത്തിലുള്ള ചോക്ലേറ്റുകൾ ലഭ്യമെന്നുള്ളതാണ്. ഡാർക്ക് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാം. പിന്നെ പല കമ്പനിയുടെ ഉണ്ട്, പല കമ്പനിയുടെ പല മോഡലായിട്ടുള്ള. ഇപ്പൊ നമുക്ക് വിഷ്വലി കാണാം വ്യത്യസ്ത ഡയറി മിൽക്ക് സിൽക്കൊക്കെ എന്തുമാത്രം വിൽക്കുന്നത്. ഈ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ 190 രൂപ വിലയാ. 190 രൂപ വിലയൊക്കെ 190, 125, 150 ആ റേഞ്ച് മിഠായി. പണ്ട് 10 രൂപ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന മിഠായിക്കൊന്നും വലിയ ചെലവില്ല. ഇപ്പൊ നമ്മൾ ഈ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അല്ലേ? സ്കൂളിലും കോളേജിലും +1 +2 ആണ് ഏറ്റവും കൂടുതൽ മിഠായി കൊണ്ടുവന്നത്.
കോളേജിലോട്ട് അത്ര അധികം കുറവാണ്. ഏറ്റവും കൂടുതലും +1 +2 ആ കുട്ടികളാണ് കൂടുതലും മേടിക്കുന്നത്. പിന്നെ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ എന്തൊരു ആഘോഷം വന്നാലും മിഠായി ഇല്ലാത്തൊരാഘോഷം. എന്താ ആഘോഷം വന്നാലും മിഠായി മേടിച്ച് ഓരോന്ന് കൊടുക്കുക എന്നുള്ളത് അത് ഒരു പ്രത്യേകത. പക്ഷെ എന്തായാലും ഈ പഴയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നതിന് വളരെ സന്തോഷം. 3000 വർഷങ്ങൾക്ക് മുമ്പ് അതൊരു പുതിയ അറിവ്. അങ്ങനെ അദ്ദേഹവും ഈ പുത്തൻ അറിവിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.